ശബരിമല സ്വർണ്ണ മോഷണ വിവാദം ആളിക്കത്തുന്നതിനിടെ കോൺഗ്രസ് ഇന്ന് വിശ്വാസ സംഗമം സംഘടിപ്പിക്കുകയാണ്. പത്തനംതിട്ട പഴയ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് പ്രതിഷേധ പരിപാടി. സംസ്ഥാനത്തെ മുഴുവൻ മണ്ഡല കമ്മിറ്റികളുടെയും ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ജ്യോതിയും തെളിയിക്കും. സ്വർണ്ണമോഷണത്തിൽ പ്രതിഷേധിച്ച് BJP ഇന്ന് ജില്ലാ ഭരണ സ്ഥിരാ കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. ആറന്മുളയിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്ട്രോങ് റൂമിൽ ഇന്ന് ദേവസ്വം വിജിലൻസിന്റെ പരിശോധനയുണ്ടാകും. പത്തനംതിട്ടയിൽ നിന്ന് സുജിത് സുരേന്ദ്രൻ ചേരും. അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാമും കൂടെ ചേരുന്നു. ആദ്യം സുജിത്തിലേക്ക്, കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന്റെ സൂചനകൾ എന്തൊക്കെയാണ് വരുന്നത്? സുജിത്തുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല. ഇപ്പോൾ അലക്സ് റാം മുഹമ്മദ് കൂടി ചേരുന്നു. BJPയുടെ പ്രതിഷേധം നമുക്കറിയുന്ന പോലെ അലക്സ് റാം ഇവർക്ക് സമയത്ത് പ്രതിഷേധിക്കാൻ കഴിഞ്ഞില്ല എന്ന രീതിയിൽ ചില വിമർശനങ്ങൾ ഉയരുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ പ്രതിഷേധത്തിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും? ഈ സ്വർണ്ണമോഷണ വിവാദം, ശബരിമലയിലെ സ്വർണ്ണമോഷണ വിവാദം, അത് രാഷ്ട്രീയമായി സ്കോർ ചെയ്തത് കോൺഗ്രസ് ആണെന്ന് BJPക്കുള്ളിൽ തന്നെ വിമർശനമുണ്ട്. അത് പാർട്ടി സമയബന്ധിതമായി സമരം ഏറ്റെടുക്കുന്നതിൽ വൈകി എന്ന വിമർശനം BJPയുടെ സംസ്ഥാന നേതൃയോഗത്തിൽ ഓൺലൈനായി ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് BJPയുടെ സമര പരമ്പരകളുടെ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അതിൻ്റെ ആദ്യപടി ഇന്നലെ ക്ലിഫ് ഹൗസിലേക്ക് കണ്ടു. ക്ലിഫ് ഹൗസിലേക്ക് BJP മാർച്ച് നടത്തി. ക്ലിഫ് ഹൗസിലേക്ക് നടന്ന, അതായത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് നടന്ന മാർച്ച് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് സമരത്തിന്റെ 2ാം ഘട്ടമാണ്. ഇന്ന് ജില്ലാ ഭരണസിരാ കേന്ദ്രങ്ങളിലേക്ക്, അതായത് ജില്ലാ കളക്ടറേറ്റുകളിലേക്ക് ഇന്ന് BJP മാർച്ച് നടത്തുന്നു. ഇന്ന് മാർച്ചും ധർണയും അവിടെ സംഘടിപ്പിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഓരോ ജില്ലകളിലും പങ്കെടുക്കുന്നു. കൊല്ലത്ത് നടക്കുന്ന പ്രതിഷേധ പരിപാടി PK കൃഷ്ണദാസും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനും ഉദ്ഘാടനം ചെയ്യും. പത്തനംതിട്ടയിൽ, അതായത് ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട സമര കേന്ദ്രമായ പത്തനംതിട്ടയിൽ കുമ്മനം രാജശേഖരും അഡ്വക്കേറ്റ് S സുരേഷും ഈ സമരം ഉദ്ഘാടനം ചെയ്യും. ഇടുക്കിയിൽ P സുധീർ, കോട്ടയത്ത് അനൂപ് ആന്റണി, C കൃഷ്ണകുമാർ, എറണാകുളത്ത് V മുരളീധരൻ, തൃശ്ശൂരിൽ CK പത്മനാഭൻ, ഒപ്പം കോഴിക്കോട് K സുരേന്ദ്രൻ തുടങ്ങി നിരവധി എല്ലാ ജില്ലകളിലും നേതാക്കൾ കളക്ടറേറ്റുകളിലേക്ക് നടക്കുന്ന ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. അതുമാത്രമല്ല, തിരുവനന്തപുരം ഒഴികെയുള്ള മറ്റു ജില്ലകളിലാണ് ഇന്ന് ഈ സമരം നടക്കുന്നത്. കാരണം തിരുവനന്തപുരത്ത് ഇന്നലെ സമരം നടന്നിരുന്നതിനാൽ തിരുവനന്തപുരം ജില്ലയെ ഇന്നത്തെ സമര പരമ്പരകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. വലിയ സമരങ്ങൾ, തുടർ സമരങ്ങൾ കൂടി BJP പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഈ വരുന്ന 13-ാം തീയതി യുവമോർച്ച സെക്രട്ടേറിയറ്റിലേക്ക് വലിയ മാർച്ച് സംഘടിപ്പിക്കുന്നു. 16-ാം തീയതി മഹിളാ മോർച്ച സെക്രട്ടേറിയറ്റിലേക്ക് ഈ വിഷയത്തിൽ വലിയ മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രാദേശിക തലത്തിലും സമരം ഉയർത്തിക്കൊണ്ടുവരാൻ BJP തീരുമാനിച്ചിരിക്കുന്നു. സെക്രട്ടേറിയറ്റ് മുൻവശം ഒരു സ്ഥിരം സമര കേന്ദ്രമാക്കി മാറ്റാൻ, അതായത് ശബരിമലയിലെ സ്വർണ്ണമോഷണ വിവാദവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരം സമരകേന്ദ്രം സെക്രട്ടേറിയറ്റ് മുൻഭാഗമാക്കി മാറ്റാൻ BJP ആലോചിക്കുന്നു എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ BJPയുടെ സമരം ഇന്ന് ഈ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് നടക്കും. സുജിത് സുരേന്ദ്രൻ കൂടി പത്തനംതിട്ടയിൽ നിന്ന് ചേരുകയാണ്. അവിടെ കോൺഗ്രസ് പ്രതിഷേധം വ്യാപകമായി സംഘടിപ്പിക്കാൻ അവർക്ക് പ്ലാനുണ്ട്. സംഗമം കൂടി സംഘടിപ്പിക്കുന്നു. എന്താണ് സുജിത്തെ ലേറ്റസ്റ്റ് വിവരങ്ങൾ? ശബരിമലയിലെ സ്വർണ്ണമോഷണ വിവാദത്തിൽ തുടർ സമരങ്ങളിലൂടെ നേട്ടം കൊയ്യാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇത് മുൻപ് യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ടും ഇതുപോലെ തന്നെ കോൺഗ്രസിന് വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കാനും ആ തെരഞ്ഞെടുപ്പിൽ അത് വലിയ രീതിയിൽ അത് കോൺഗ്രസിന് അനുകൂലമായി പ്രതിഫലിക്കുകയും ചെയ്തു. ഇതേ സാഹചര്യമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ കണക്കൂട്ടൽ. അലക്സ് പറഞ്ഞതുപോലെ തന്നെ ഈ സമരം ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ കോൺഗ്രസിനാണ് ഇതുവരെയും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വലിയ രീതിയിലൊരു സംഗമം, വിശ്വാസ സംഗമം പത്തനംതിട്ടയിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. 10,000-കണക്കിന് ആളുകളെയാണ് ഈ സമരത്തിൽ ഈ സംഗമത്തിൽ പ്രതിഷേധിക്കുന്നത്. വിശ്വാസികളായിട്ടുള്ള ആളുകളെയും അതുപോലെ തന്നെ മറ്റ് സാമുദായിക മത നേതാക്കന്മാരും സാഹിത്യകാരന്മാരും സാംസ്കാരിക നായകന്മാരും തിരുവാഭരണ ഘോഷയാത്രാ സംഘാംഗങ്ങളൊക്കെ ഈ സമരത്തിൽ പങ്കെടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇവരുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. 75 മണ്ഡലം കമ്മിറ്റികളിൽ നിന്ന് അടക്കമുള്ള പ്രവർത്തകരെയാണ് ഇവിടേക്ക് പ്രതീക്ഷിക്കുന്നത്. സംഘാടകരൊക്കെ തന്നെ രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കൊപ്പം സംഘാടകർ ചേരുന്നുമുണ്ട്. ഏത് രീതിയിലാണ് ഇന്നത്തെ സംഗമം സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്? ഈ നമ്മുടെ പ്രവർത്തകരെ കൂടാതെ വിശ്വാസികളായിട്ടുള്ള എല്ലാവരെയും പ്രതീക്ഷിക്കുന്നുണ്ടോ? നമ്മളിപ്പം ഏർപ്പാട് ചെയ്തിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോൺഗ്രസിൻ്റെ 75 മണ്ഡലങ്ങളിൽ നിന്നും 10,000 പേരെ പങ്കെടുപ്പിക്കുവാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചതിനുള്ള ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വാഹനങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു വലിയൊരു ആവേശം പ്രവർത്തകർക്ക് ഈ കാര്യത്തിലുണ്ട്. പ്രത്യേകിച്ചും ശബരിമല ക്ഷേത്രം നിൽക്കുന്ന ജില്ലയെന്ന നിലയിൽ ഇവിടെയുള്ള
മുഴുവൻ ആളുകളും, അത് മതേതര വിശ്വാസികളെ, അയ്യപ്പ ഭക്തരെ എല്ലാവരെയും ക്ഷണിച്ചിരിക്കുകയാണ്. SKN വൈകിട്ട് 4 മണിക്കാണ് ഈ വിശ്വാസ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. പത്തനംതിട്ടയിലെ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് അതിനുള്ള വേദി ഒരുക്കിയിട്ടുള്ളത്. AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലാണ് സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത്. കൂടാതെ തന്നെ എല്ലാ മുതിർന്ന നേതാക്കളും പ്രമുഖരായ എല്ലാ നേതാക്കന്മാരും സംഗമത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.